ഇന്ന് നമ്മൾക്ക് ആനോമി എന്ന സിനിമയെ പറ്റി പെട്ടെന്നൊന്ന് നോക്കാം. അപ്പോ ഭാവനയും റഹ്മാനും ഒക്കെ അഭിനയിച്ചൊരു സൈക്കോ ത്രില്ലറാണിത്. പക്ഷേ ഇതൊരു സാധാരണ ത്രില്ലർ അല്ല കേട്ടോ. മനസാക്ഷി, കുറ്റബോധം അങ്ങനെയുള്ള ചില വലിയ ചോദ്യങ്ങളൊക്കെ സിനിമ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, സിനിമയുടെ തുടക്കം ശരിക്കും ഗംഭീരമാണ്. ഒരു ഫോറൻസിക് വിദഗ്ധയുടെ അന്വേഷണമൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് കാണിക്കുന്നത്. സിനിമയുടെ ക്യാമറയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം ആ ഒരു സീരിയസ് മൂഡ് കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ട്. തുടക്കം കാണുമ്പോൾ നമുക്കൊരു വലിയ പ്രതീക്ഷ തോന്നും. പക്ഷെ ഈ നല്ല തുടക്കം അങ്ങോട്ട് കൊണ്ടുപോകാൻ സിനിമയ്ക്ക് പറ്റിയില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള ആ സ്ഥിരം ത്രില്ലർ ട്രാക്കിലേക്ക് വണ്ടി കയറും. കുറ്റബോധമുള്ള പോലീസ് ഓഫീസർ, ചേസ് സീനുകൾ അങ്ങനെ പോകുന്നു. പിന്നെ കഥയുടെ ഫോക്കസ് ഭാവനയിൽ നിന്ന് റഹ്മാനിലേക്ക് മാറുമ്പോഴേക്കും സിനിമയുടെ ബാലൻസ് അങ്ങ് പോയി. ഇനി അവസാനത്തെ പോയിന്റ്, സിനിമ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും കിടിലനൊരു ആശയമുണ്ട്. ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണെന്ന് അയാൾക്ക് തോന്നുന്നില്ലെങ്കിൽ അയാൾ ഒരു കുറ്റവാളിയായി കാണാൻ പറ്റുമോ? ഇതൊരു ഗംഭീര ചോദ്യമാണ് അല്ലേ? പക്ഷെ സിനിമയുടെ അവസാനം എപ്പോഴാണ് ഈ ആശയം വരുന്നത്? അതും കാര്യമായിട്ടൊന്നും പറയാതെ പെട്ടെന്ന് പറഞ്ഞു തീർത്തു. അതൊരു വലിയ നിരാശയായിപ്പോയി. അപ്പോ ചുരുക്കി പറഞ്ഞാൽ, വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഒരു സാധാരണ ത്രില്ലറിന്റെ ഫോർമുലയിൽ പെട്ടുപോയ ടെക്നിക്കലി മികച്ചൊരു ശ്രമമാണ് ആനോമി.